ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് മാറ്റി ഒരുങ്ങി നമ്മളെല്ലാവരും കൂടി ഒന്ന് ടൗൺ വരെ പോവുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം ഇന്ന് സൺഡേ ആയിട്ട് കുറേ സൺഡേ ആയിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് അപ്പം നമുക്കിന്ന് പുറത്തോട്ടൊക്കെ പോവാം. അപ്പം അമ്മ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം നമ്മളിതാ നമ്മുടെ വയലിലൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലച്ചു ഇതാ പാറി പറന്ന് ഭയങ്കര ഹാപ്പിയിലാട്ടെ. നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് നമ്മളധികം പോകുന്നതൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഉമ്മാൻ്റെ വീട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടേതായ കുറച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഒന്ന് പോയതാട്ടോ. അപ്പം നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടില്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ സൽസ്വഭാവിയും സർവോപരി നിഷ്കളങ്കനുമായ നമ്മുടെ പ്രിയപ്പെട്ട ജുരു ഹായ് പറയും. അപ്പോൾ അവനോടും പറഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞു. നമ്മളിതാ നമ്മുടെ വണ്ടി നിർത്തുന്ന അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഈ വണ്ടിയിൽ കയറി പാട്ടൊക്കെ ഇട്ടു, ഭയങ്കര കളിയാട്ടോ ലച്ചു. പാച്ചു പിന്നെ സ്ഥിരം നമ്മുടെ കാറിൻ്റെ സൈഡിൽ പോയിരുന്ന് നമ്മുടെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാം തികഞ്ഞിട്ടൊന്നും നമുക്കൊരു വീഡിയോ എടുക്കാനും അതുപോലെ നമുക്ക് വോയിസ് കൊടുക്കാനും പറ്റില്ല. അപ്പം ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ പറഞ്ഞ് തിരുത്തി തരണം കേട്ടോ. അപ്പം നമ്മുടെ പാച്ചുത ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നൗഷുക്ക ഉണ്ട്, നൗഷുക്കാനോടൊന്ന് ക്യാമറ നോക്കാൻ പറഞ്ഞു. അപ്പം നൗഷുക്ക നോക്കി ഒരു സ്മൈലൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാറിലൊരു ഹിന്ദി സോങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നൗഷുക്ക ഈ പഴയ പാട്ടുകളൊക്കെ ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. അപ്പം അതവിടെ ഓടിക്കൊണ്ടുണ്ട്. ബട്ട് എനിക്ക് ഇത് കേൾപ്പിക്കാൻ പറ്റില്ല ഗൈസ്, കേട്ടാൽ നമ്മുടെ ഫോൺ കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അപ്പം നമ്മുടെ ചാനൽ നമ്മൾ ഒന്ന് നന്നാക്കാൻ വേണ്ടി തുടങ്ങിയ ചാനലല്ലേ, അപ്പം നമ്മൾ വെറുതെ കോപ്പിറൈറ്റ് ഒക്കെ എടുക്കണ്ട. പിന്നെ അതാ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാണ് ഗൈസ് നമ്മുടെ തോൽപ്പെട്ടി കേട്ടോ. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ ഒന്നും വലിയ അല്ല കേട്ടോ, റോഡ് സൈഡിലൊന്നും ഒന്നിനെയും കാണുന്നൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മാൻകൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആനകളൊന്നും എന്താണെന്നറിയില്ല, ഞങ്ങൾ പോകുമ്പോൾ കാണാറില്ല. ചിലപ്പം ഞങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ പിന്നെ ആനകൾക്ക് ഞങ്ങളെ പേടിയുള്ളത് കൊണ്ടാണോ എന്താ അറിയില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവർ പോകുമ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ അധികം കാണാറില്ല കേട്ടോ. എന്താ കാരണം എന്നറിയില്ല ഗൈസ്. പക്ഷേ ഒരുവിധം ഒരു കണക്കിന് കാണാണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നമ്മളതിനെ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കും. വെറുതെ എന്തിനാ അതിനൊന്നും ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മാൻകൂട്ടം കണ്ടു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇപ്പം നമ്മൾ തിരിച്ചു വരുന്നത് ഒരു സന്ധ്യ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് മാൻകൂട്ടങ്ങളുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരു ആനേനെ കണ്ടിരുന്നു, പക്ഷെ അത് കറക്റ്റ് നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കുറച്ച് ദൂരമായിട്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു പുറംഭാഗം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒരു റൗണ്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എഡിറ്റല്ല ഗൈസ്, റൗണ്ട് ഇട്ട് ഞാൻ കാണിച്ചു തരാം. വ്യക്തമായി കാണൂല കേട്ടോ, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പം തെട്രോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് മറ്റേ ഉണ്ണിയപ്പക്കട. നമ്മൾ തിരുനെല്ലിയിലോട്ടൊക്കെ പോകുന്ന അധികം എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പക്കട. അവിടെ അതേപോലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് കേട്ടോ, ഉണ്ണിയപ്പത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം അതാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ നൗഷുക്ക് അതാ ഭയങ്കര കാര്യമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് പിന്നെ നമ്മുടെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ നൗഷുക്കാനെയും കൊണ്ട് എന്താ സംസാരിപ്പിക്കാത്തതെന്ന്. നൗഷുക്കാക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഗൈസ്. എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ, വീഡിയോ എടുക്കുന്നതിനും എല്ലാത്തിനും സപ്പോർട്ടാണ്. അങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്നത് അതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല കേട്ടോ. അപ്പം നമുക്ക് നൗഷുക്കാനെയും കൊണ്ട് ഒരു ദിവസം സംസാരിപ്പിക്കാം. പിന്നെ നമ്മളൊരു മനപ്പൊരുത്തൊക്കെ ഇട്ടിരുന്നു ഒരു വർഷം മുമ്പ്, അതിലൊക്കെ നൗഷുക്ക കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നൗഷുക്ക സംസാരിച്ചില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഹായ് പറയുകയാണെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളത് കാട്ടിക്കുളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാട്ടിക്കുളം എത്തി. പിന്നെ അവിടെ നമ്മൾ കുറച്ച് റംബൂട്ടാൻ മേടിച്ചു കേട്ടോ. റംബൂട്ടാൻ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഹോട്ടലിലോട്ടാണ് കേട്ടോ പോയത്. ഉച്ചയായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളിതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം നൗഷുക്ക് പാച്ചു അപ്പുറം ഞാനും ലച്ചു ഇപ്പുറം ഇരുന്നു കേട്ടോ. അപ്പം വീഡിയോ എടുക്കാനൊക്കെ നല്ല സുഖമായിരുന്നു, കാരണം ആളുകൾ വളരെ കുറവായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 1 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ നിറച്ചുണ്ടാവും കേട്ടോ. നമ്മൾ പോയത് ഇന്ത്യൻ കോഫി ഹൗസിലാട്ടോ. അപ്പം പ്ലേറ്റ് എത്തി, ഗ്ലാസ് എത്തി, വെള്ളം എത്തി, പിന്നെ ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ രാജകീയമായിട്ടുള്ള വേഷമൊക്കെ ഇട്ടിട്ടുള്ള ചേട്ടന്മാരായിട്ട് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുത്തരുന്നത്. അപ്പം ഇതാ നമുക്ക് അച്ചാറും ഇതേ ഈ കോവക്ക ഉപ്പേരി ആട്ടോ. അപ്പം മെഴുക്ക് വരട്ടി. അപ്പം ഞാൻ ചോദിക്കാൻ ചോദിച്ചു കോവക്ക അച്ചാറാണോ എന്ന് ചോദിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഷുഗറിന് രണ്ടാമതും ഇട്ട് തരും ചോദിച്ചാൽ എന്ന്. പക്ഷേ രണ്ടാമത് ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല കേട്ടോ. എനിക്ക് കോവക്ക ഉപ്പേരി വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കോവക്ക ഉപ്പേരി ലവറല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ചോറ് വന്നു കേട്ടോ. നൗഷുക്ക മറ്റേ പൊന്നിയരിയാണ് കഴിച്ചത്, ഞാനും ലച്ചും ഈ വലിയ അരി കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, പൊന്നിയരി വലിയ ഇഷ്ടമല്ല. പിന്നെ അതാ മോര് കറി, കൂട്ടുകറി, സാമ്പാർ, പിന്നെ മീൻ കറി ഉണ്ട് കേട്ടോ. നമ്മുടെ പാച്ചു ഇതാ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ലെഗ് പീസൊക്കെ കടിച്ച് ലച്ചുവിനെ കൊതിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചു ഇതാ മോര് കറി ഒഴിച്ചു, പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ അവിടെ മുഴുവനും ആക്കും. അങ്ങനെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും വന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഒരു സൈഡിൽ ബിരിയാണി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവള് ബിരിയാണി വാങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയായി പോയി കേട്ടോ. അപ്പോൾ ഈ ലച്ചുക്ക് ഈ സദ്യേൻ്റെ കൂടെ പായസം കിട്ടുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ ഈ ബിരിയാണി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സദ്യ എന്ന് പറയുന്നത്. സദ്യയല്ല, സാധാ ചോറും കറിയൊക്കെ കേട്ടോ. അപ്പം ഒക്കെ ഏതൊരു ഓണത്തിന് ഫുഡ് കഴിച്ചപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അതിന് ശേഷം അവളിപ്പോൾ ഏത് ഹോട്ടലിൽ കയറിയാലും സദ്യ എന്ന് പറയും കേട്ടോ. അപ്പം അവൾക്ക് ഒറ്റക്കായിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും അത് വാങ്ങും കേട്ടോ. പിന്നെ പാച്ചുവിനെ നമ്മളെ കൂട്ടത്തിൽ പെടുത്തരുതല്ലോ, കാരണം അവന് ഇഷ്ടമുള്ളത് അവൻ കഴിക്കട്ടെ. ഇവളെ കളിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അവനും ഇതേപോലെ സാധാ ചോറില്ല, അവനക്ക് പിന്നെ മന്തി അതേപോലെ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം നമ്മൾ അവർക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതാ ലച്ചുതാ ഓരോന്നോരോന്നെടുത്ത് കൂട്ടി കുഴച്ച് തിന്നാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പം ചൂടാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പായസം കണ്ടില്ലേ, പായസമൊക്കെ പകുതിയായി, ചോറൊന്നും അനങ്ങിയിട്ടില്ല, പായസം പകുതി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് തിയേറ്ററിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിജയിൻ്റെ ജനനായകനാണ് കേട്ടോ കാണാൻ വേണ്ടി പോയത്. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും നമ്മുടെ ലച്ചു നമ്മുടെ പോപ്കോണിൻ്റെ അടുത്ത് നിന്നിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷം കേട്ടോ. ഓർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, സിനിമക്ക് പോകുന്നത്, അതേപോലെ നമ്മൾ എപ്പോഴൊന്നും പോകുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ല പോകുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പോപ്കോണൊക്കെ മേടിച്ചു കേട്ടോ. ആ ടൈമായപ്പോൾ പോപ്കോണൊക്കെ പോപ്കോണും മേടിച്ചു. പിന്നെ അതുപോലെ വെള്ളവും മേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മളിതാ നമ്മുടെ തിയേറ്റർ കയറി വെച്ചതാ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ ഒരു അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം എവിടെ ഇരിക്കണം എന്നുള്ള ഞങ്ങളടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യുദ്ധമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സിനിമ തുടങ്ങുകയാണ് ഗൈസ്. അപ്പം നമുക്ക് എല്ലാവരും സീറ്റ് ബുക്കാക്കിയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലായി പോയി കേട്ടോ. അതുകൊണ്ട് നന്നായി ആസ്വദിച്ച് കാണാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടു കേട്ടോ. ഇവിടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പോപ്കോണൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങളിതാ ഐസ്ക്രീം വാങ്ങി കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം. പാച്ചൊരു ജ്യൂസ് വാങ്ങി, എന്തായിരുത്തോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പോവുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ തുടങ്ങി കേട്ടോ. കണ്ടില്ലേ, മഴയൊക്കെ തുടങ്ങിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തിയേറ്ററിൽ. അപ്പം വിജയിൻ്റെ ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് അധികം കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഒരു ഷോപ്പ് പോയി കേട്ടോ. ഇവർ കളിയൊക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മുടെ ലച്ചു ബ്രസീൽ ആണ് കേട്ടോ. അപ്പോൾ മോക്ക് ഇപ്പോൾ അർജൻറ്റീനേൻ്റെ കുപ്പായം വേണമെന്നാണ് കേട്ടോ പറയുന്നത്. ബ്രസീൽ ഫാനൊക്കെയാണ്, പക്ഷേ അർജൻറ്റീനയുടെ കുപ്പായം വേണമെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പാച്ചുവിൻ്റെ മുടി മുറിച്ചു കേട്ടോ. പാച്ചുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയില്ലായിരുന്നു കേട്ടോ.
മഴയായതുകൊണ്ട് ഞാനും ലച്ചും കാറിൽ തന്നെ ഇരുന്നു. നൗഷുക്കയും പാച്ചും ആയിരുന്നു കേട്ടോ പോയത്. നൗഷുക്കാനെ വിട്ടാലും അറിയില്ല, നൗഷുക്ക വീഡിയോ ഒന്നും എടുക്കൂല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായക്ക് നമ്മളിതാ ഇതെന്തായിരുന്നു, പരിപ്പ് വട കേട്ടോ. സംഭവം ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എന്താ കടിയെന്ന് പോലും മറന്നുപോയി ഗൈസ്. ഒരു ടേസ്റ്റ് പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയണമല്ലോ. അപ്പം പാച്ചു പക്കവടയാണ് കേട്ടോ വാങ്ങിയത്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും ഞങ്ങൾ കഴിച്ച പരിപ്പാട് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. ലച്ചു പകുതിയും എൻ്റെ പ്ലേറ്റിലോട്ടാണ് ഇട്ടത്. പിന്നെ ഞങ്ങളതവിടെ വെക്കുകയൊക്കെ ചെയ്ത്, കണ്ടില്ലേ നൗഷുക്കാൻ്റെ പ്ലേറ്റിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവുകയാണ്. പിന്നെ ടൈം ആയിട്ടോ, സമയം 6:30-7 മണീൻ്റെ അടുത്തോട്ടൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് ഇതാ നൗഷുക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു കേട്ടോ. സോറി ഗൈസ്, ഇടയ്ക്കൊന്ന് വിക്കൽ വരിക കേട്ടോ. അപ്പം ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 2-3 ബ്ലാങ്കറ്റ് മേടിച്ചു കേട്ടോ. ഇപ്പം മഴക്കാലമാണല്ലോ, അപ്പം ബ്ലാങ്കറ്റ് മേടിച്ചു. നമ്മുടെ ലച്ചുവിൻ്റെ ഐസ്ക്രീം ആയത്. പാച്ചു ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ മേടിച്ചത്. എനിക്ക് പിന്നെ ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടേക്ക് തിരിക്കുകയാണ്. അപ്പം ഇന്ന് രാത്രി എനിക്ക് ഫ്രീ ആണ് കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. നൗഷുക്ക ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. ഇന്ന് പോയിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, അന്ന് രാവിലെ നമ്മൾ അങ്ങനെ പോയതല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ നമ്മുടെ തട്ടുകടയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇരുട്ടാവാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രകൃതി, രാവിലത്തെ പ്രകൃതിയൊക്കെ മാറി ഇപ്പോൾ വേറൊരു പ്രകൃതി ആയിട്ടുണ്ട് കേട്ടോ. വേറൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. സോറി ഗൈസ്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ നമ്മൾ മാൻകൂട്ടങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പം ഗൈസ് അവിടെ ആനയുണ്ട്, കാണുന്നുണ്ടോ? ഇതൊക്കെ കണ്ടോ, ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അത്രേ കാണുന്നുള്ളൂ. കാരണം അവിടെ വേറൊരു വണ്ടിക്കാരൻ നിന്ന് ഓണടിക്കുക കേട്ടോ. അപ്പോൾ ആന അങ്ങോട്ടേക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയില്ല കേട്ടോ. കാരണം നിർത്തിയിട്ടിട്ട് നമ്മൾ വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഈ ഫോറസ്റ്റിൽ ഒരുപാട് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ബുദ്ധിമുട്ടിക്കരുത്, അവരെ ശല്യം ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ എന്നാലും ആളുകൾ അവിടെ നിന്ന് ഓണടിക്കും കേട്ടോ, അതിനെ ഇങ്ങോട്ടേക്ക് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് താഴേക്ക് ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറ എത്രയല്ലോ ക്ലാരിറ്റി ഉള്ളൂ. അപ്പോൾ ആ ബസ് വന്നപ്പോൾ ഞാൻ പേടിച്ചു ഗൈസ്. അങ്ങനെ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്നും ആനകളില്ല, ഇതൊക്കെ ഒരു മൈതാനം പോലത്തെ സ്ഥലമാണ് കേട്ടോ. അവിടെ കണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ ക്യാമറയിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ നൗഷുക്ക ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ചുറ്റോളം എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ. കാരണം നമുക്ക് വീഡിയോക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ മൂപ്പര് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ. മാനുകളുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ തോൽപ്പെട്ടി ഫോറസ്റ്റ്. അപ്പം ഗൈസ് ഇരുടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലച്ചുവിനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞതാണ്. അപ്പം ലച്ചു ഒന്ന് ചിരിച്ചു തന്നതാണ് കേട്ടോ. നമ്മുടെ പാച്ചു അപ്പത്തേക്കൊന്ന് സൈഡായിട്ടുണ്ട് കേട്ടോ. പാച്ചു ഒരു മൂലക്കുണ്ട്, ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ ഇവിടെ കണ്ടില്ലേ, ഒരുപാട് മാനുകളുണ്ട് കേട്ടോ. കണ്ടില്ല, നമ്മൾ വണ്ടി നിർത്തുമ്പോൾ അവരെ ഭക്ഷണമാണല്ലോ പുല്ല്. അപ്പോൾ അവരത് നല്ല ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ കണ്ടില്ല, നമ്മൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും അവർ വേഗം അങ്ങോട്ടേക്ക് കയറിപ്പോയത്. അപ്പോൾ നമ്മൾ അവരെ ശല്യം ചെയ്യുന്നത് പോലെ ആവുമല്ലോ. പക്ഷെ നമ്മൾ അധികമൊന്നും നിർത്തിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ പകർത്താൻ വേണ്ടി മാത്രം. അങ്ങനെ നമ്മളിതാ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. അപ്പം സമയം ഇരുടായി തുടങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടില്ലേ, ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ മാൻകൂട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഉണ്ട് കേട്ടോ, കണ്ടോ. അപ്പം നമ്മൾ അവിടെ നിർത്തി അവരെ ശല്യം ചെയ്തൊന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ച് ദൂരമുള്ളതൊക്കെ നമുക്കൊന്ന് നിർത്തിയിട്ട് ഒക്കെ എടുക്കാം. അടുത്ത് നിന്നിട്ട് പുല്ല് കഴിക്കുമ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നിർത്തി നോക്കി കേട്ടോ. കണ്ടില്ലേ, ഒരുപാടുണ്ട് കേട്ടോ, കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കി അവരൊക്കെ ആസ്വദിച്ച് പുല്ല് കഴിക്കുക കേട്ടോ. അപ്പം കണ്ണൊക്കെ കണ്ടില്ലേ തിളങ്ങുന്നത്. രാത്രി ആയപ്പോഴത്തേക്കും അവരുടെ
കണ്ണൊക്കെ തിളങ്ങാൻ തുടങ്ങിട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്രകൾ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ തോൽപ്പെട്ടി. തമിഴ്നാടല്ല, തോൽപ്പെട്ടി. ഇതാണ് നമ്മളെ തമിഴ്നാട്. ഇതാണ് നമ്മളെ ഇത് വലിയ കള, ഇത് ചെറിയ കള. ഈ നാട്ടിലെ വലിയ പുള്ളികളാണ്, നാട്ടിലറിയത്ത കോടീശ്വരന്മാർ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും. നമ്മൾ വീഡിയോ എടുക്കുന്നതിനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ തോൽപ്പെട്ടിയിലുള്ള നല്ലവരായ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നതാ കുറച്ച് ബ്ലാങ്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം. ഇതാട്ടോ, ഇതൊന്ന്, പിന്നെ ഇത് 2, പിന്നെ ഇത് 3. പിന്നെ നമ്മൾ ഇതാ വേറെന്താ മേടിച്ചത്, നമ്മൾ റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ പാച്ചു ഒരു കയ്യോറ വാങ്ങി, പിന്നെ അതുപോലെ ഒരു ജേഴ്സി വാങ്ങി കേട്ടോ. അതേപോലെ ലച്ചു ഒരു ജേഴ്സി വാങ്ങിയിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ രാവിലെ പോയതാട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം രാത്രിയത്തെ ഫുഡ് നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, ബിരിയാണി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമുക്കൊരു കൂണ് കിട്ടിയിരുന്നു കേട്ടോ രാവിലെ, കണ്ടില്ല, നല്ല വലുപ്പമുണ്ട് കേട്ടോ. എന്താട്ടോ ലച്ചുക്കാണ് കിട്ടിയ, നല്ല വലുപ്പമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലച്ചുവിൻ്റെ ജേഴ്സിയും കൂടി കാണാം. അപ്പൊ ഓക്ക് ബ്രസീലിന്റെ ജേഴ്സി ഉള്ളതുകൊണ്ട് ഓള് ഒരു അർജന്റീനന്റെ ജേഴ്സിയും കൂടി വാങ്ങിട്ടോ. കണ്ടോ അപ്പം ഇതുണ്ട്. പിന്നെ 2 ട്രൗസറും മേടിച്ചു കേട്ടോ. അപ്പൊ ഗൈസ് അത്ര കൊള്ളൂട്ടോ. എന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ, ബൈ.